ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വിൻഷ നോബൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു യാത്ര പോകണ്ട ഗൈസ്. ഒരുപാട് നാളായി വിചാരിക്കുന്നു നമ്മളിങ്ങനെ പോകണമെന്ന്, എല്ലാവരുമായിട്ട് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരുമായിട്ട് നമ്മൾ പോകണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വെക്കേഷനിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് മൂകാംബിക അമ്പലത്തേക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേഗം ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. സോ അപ്പോൾ നമുക്ക് ഇനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ കേട്ടോ, മഴയുടെ കോളൊന്നും വിട്ടിട്ടില്ല കേട്ടോ ഗായ്സ്. അപ്പോൾ രാവിലെ നല്ല അടിപൊളി ഇടിയോട് കൂടിയ മഴയായിരുന്നു കേട്ടോ. നമുക്ക് രാവിലെ എണീക്കാനൊന്നും തോന്നില്ല പുലർച്ചയ്ക്ക്. അത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു മഴ, എന്നും ഇല്ലാത്തൊരു മഴ. പുതച്ചു മൂടി കിടന്നുറങ്ങാനൊക്കെ ആയിട്ട് തോന്നും നമുക്ക്. പക്ഷെ നമ്മൾ പോയേ പറ്റൂ. അങ്ങനെ നമ്മൾ പോയി കറക്റ്റ് ടൈമിനെത്തി. നമ്മൾ ട്രെയിൻ മിസ്സാവും ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും നേരത്തെ എണീച്ച് വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആൾക്കാരൊക്കെ തിരൂർ ഷൊർണൂർ എന്നൊക്കെയാണ് കേട്ടോ കയറുന്നത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് വേഗം തന്നെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ ഗൈസ്. ഇപ്പോഴും മഴയൊക്കെ ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ കേട്ടോ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇനി അവിടെ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം ഗൈസ്. കാരണം ടൈം ആയിട്ടില്ല. ടൈം വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ കേട്ടോ നമുക്ക് പോകാനുള്ള ട്രെയിൻ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മളെ കൂടെ ഉള്ളവർ എവിടെയെന്ന് കണ്ടുപിടിക്കാനാണ് കേട്ടോ അടുത്ത ടാസ്ക്. എന്തായാലും നമ്മൾ ട്രെയിൻ കയറി കുറച്ച് നേരമൊക്കെ നമുക്ക് നിൽക്കേണ്ടി വന്നു കേട്ടോ. അതിന് ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും വിൻഡോ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും സ്വത്തും ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അവിടെ സീറ്റ് ഒഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് അവിടെ തന്നെ ഇരിക്കണം, അവിടെ തന്നെ ഇരിക്കണം. അവിടെ ഇരുന്നാലല്ലേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ എന്തായാലും അവളുടെ ഇഷ്ടപ്രകാരം നമുക്ക് അവിടെ തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതാട്ടോ ഓരോന്ന് കഴിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. കാരണം നമ്മൾ ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ ഓരോ വാശിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ കടല, അവിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതാട്ടോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിഠായിയും കാര്യങ്ങളും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇതാട്ടോ സംസാരിച്ചിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് പാട്ടും അതിൻ്റെ ഇടയ്ക്ക് പാട്ടും കഥകളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കസിൻസ് എല്ലാവരും ഇതാട്ടോ ലൂഡോ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സമയം പോകണില്ല, കാരണം കുറേ അങ്ങോട്ട് പോകാനുണ്ടല്ലോ. പിന്നെ ഇതാ പുറത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പോഴും മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായി വേണില്ലെങ്കിലും ഇവിടേക്കൊക്കെ മഴ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതിനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും. നമ്മൾ വല്ല തോണിയിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമായിരിക്കും എന്നൊക്കെ സ്വത്തും ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ വീഡിയോയിലൊക്കെ കാണാമല്ലോ നമ്മളെ മച്ചാൻ്റെയും മച്ചാൻ്റെ അവരൊക്കെ പോയ ഒരു സ്ഥലം പോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ. സ്വത്തും അതാണ് പറയണത്. അങ്ങനെ നമ്മൾ കുറേ നേരം ഇരുന്നിട്ടും കഥകൾ പറഞ്ഞിട്ടും പാട്ട് പാടിയിട്ടൊന്നും സ്ഥലം എത്തണില്ല കേട്ടോ. അങ്ങനെ സ്വത്തുവിന് ചെറുതായിട്ടൊക്കെ ബോറടിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം കൂടി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പിന്നീട് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അവർക്കല്ല, സ്വത്തുവിന് മാത്രം കേട്ടോ. അവർക്ക് രാവിലെ വന്ന കാരണം ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ എല്ലാവരും പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും കഴിച്ചിട്ടാണ് പോകുന്നത്. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് കടലയും അതുപോലെ തന്നെ അവിലൊക്കെ കുറച്ചും കൂടി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വത്ത് കണ്ടില്ല ഇവിടെ തെറ്റിയിരിക്കുകയാണ് കേട്ടോ. എന്താ എത്താത്തതെന്ന് ചോദിച്ചിട്ട് കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ കുറേ നേരമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ ആൾക്ക് പിന്നെ ബോറടിച്ച് തുടങ്ങിയിട്ടു. അങ്ങനെ അമ്മമ്മയുടെ മടിയിലേക്ക് പോയിട്ടുണ്ട്. അമ്മേനൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് തെറ്റിയിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. അത് എത്തണില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ലൈസും കുറുകുറൊക്കെ വേണം അതൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് ഈ ട്രെയിനിൽ ഇങ്ങനെ പോകുമ്പോൾ കടലൊക്കെ കാണാം കേട്ടോ ഗൈസ്. നമ്മൾ തലശ്ശേരി ആ ഭാഗമൊക്കെ എത്തുമ്പോൾ ട്രെയിനിന് കടലും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളിത് ഒരുപാട് മുന്നേ പ്ലാൻ ചെയ്താണ് കേട്ടോ ഇങ്ങനെ പോകണം എന്നൊക്കെ. നമ്മൾ ഫസ്റ്റ് ഇതിന് മുന്നേ പോയത് സ്വത്തുവിൻ്റെ തലമുടി മൊട്ടയടിക്കാൻ വേണ്ടിയിട്ട് പഴനിക്കാണ് കേട്ടോ നമ്മൾ എല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം നമ്മളിപ്പോൾ മൂകാംബികയ്ക്കാണ് കേട്ടോ പോണത് ഗൈസ്. അങ്ങനെ നമ്മൾ മംഗളൂരിൽ എത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് നമ്മൾ ബൈണ്ടൂർ മൂകാംബികയ്ക്ക് നമ്മൾ വേറെ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിനകത്ത് കയറണം കേട്ടോ. അപ്പോൾ നമ്മളിതാ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ കൂടെ ഉള്ളവരെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ എല്ലാവരും നമ്മളെ കൂടെ ഒരുമിച്ച് കണ്ടു മുട്ടിയിട്ടോ. ഇനി നമ്മൾ നേരെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ട്രെയിനിലേക്ക് കയറുകയാണ് ബൈണ്ടൂരിക്കുള്ള. ഇനി മംഗളൂരിൽ ബൈണ്ടൂരിൽ പോയിട്ട് നമ്മൾ ഇറങ്ങണം. അവിടെയാണ് മൂകാംബിക ടെമ്പിൾ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടേക്കുള്ള ട്രെയിനിനകത്താണ് കയറുന്നത്. ഈ ട്രെയിൻ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് ആൾക്കാരായി. നമ്മൾ കുറേ ഫ്രണ്ടിലേക്ക് വരണം കേട്ടോ ഗൈസ്. ബൈക്കിലൊക്കെ ഫുൾ ആൾക്കാരായി. അങ്ങനെ നമ്മൾ
എന്തായാലും നമ്മൾ ഇതിനകത്ത് കയറി കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പം ഇനി വേഗം തന്നെ ഇനി ഫുഡ് കഴിക്കാൻ സമയം ഒരു 2 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേഗം എല്ലാവർക്കും ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നമ്മളിതായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെ എല്ലാവരും ഓരോരുത്തർ വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് പുറത്തുനിന്നൊന്നും ഫുഡൊന്നും വാങ്ങിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ഇതാട്ടോ ഓരോ വിഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവിയൽ, ഉപ്പേരി, രസം, സാമ്പാർ, പപ്പടം, മുളക് വറുത്ത്, അങ്ങനെ ഒരു സദ്യക്കുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു സന്തോഷം കേട്ടോ. ഒരുപാട് നാളുകൾക്ക്, വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മളിങ്ങനെ ട്രെയിനിലൊക്കെ ഒരുമിച്ചിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഷെയർ ചെയ്തിട്ട് അങ്ങനെയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു അമ്പലത്തിൽ പോക്ക് എന്തായാലും സൂപ്പറായിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഹാപ്പി ആയിട്ടോ, കുട്ടികളും മക്കളും എല്ലാവരും കൂടിയിട്ട്, കസിൻസൊക്കെ ഒപ്പിച്ച് വലിയച്ഛൻ എല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മൂകാംബികയ്ക്ക് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫസ്റ്റ് ഉണ്ടാവും നമ്മൾ പോണത്, ആദ്യമായിട്ട് പോവാണ്. അപ്പോൾ നമ്മളൊപ്പമുള്ള ആൾക്കാരൊക്കെ ആരൊക്കെ പോയിട്ടുണ്ട്, ഇതിന് മുന്നേ ആരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോണത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലോങ് ഒക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ ഭക്ഷണം കൈപിടിക്കൽ തന്നെയാണ് കേട്ടോ. എവിടേക്ക് പോവുകയാണെങ്കിലും അതേ നമ്മൾ ഇപ്പോൾ ട്രെയിനിലൊക്കെ നമ്മൾ രാത്രി അങ്ങനെയൊക്കെ നിൽക്കേണ്ടി വന്നാൽ നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട്, ഇപ്പോൾ നമ്മൾ പഴനിക്ക് പോയപ്പോഴും അതേപോലെ തന്നെ കേട്ടോ, ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കൈ പിടിക്കുകയൊക്കെ ചെയ്തത്. അതാകുമ്പോൾ നമുക്ക് പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പിറ്റേ ദിവസത്തെ കാര്യമില്ല, പിന്നെ പിറ്റേ ദിവസം നമ്മൾ എന്തായാലും പിന്നെ പുറത്തുനിന്ന് വാങ്ങിക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ ഭക്ഷണമൊക്കെ ഇതാട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് കഴിച്ച് കഴിഞ്ഞു. ഇനി ഇതാ കഴിച്ചവരൊക്കെ ഇതാ നമ്മൾ ഉറങ്ങാനായിട്ട് തുടങ്ങി കേട്ടോ. കാരണം ഇനി കുറേ നേരം ഇരിക്കാനുണ്ട്. ട്രെയിനൊക്കെ എടുത്ത് കണ്ടില്ലേ, ട്രെയിൻ ഇതാ അപ്പം തന്നെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ട്രെയിനകത്ത്. അപ്പോൾ അതാ നമ്മളെല്ലാവരും ഉറങ്ങി കേട്ടോ. കാരണം കുറച്ച് നേരം ഇരിക്കാനുണ്ട്, 2-3 മണിക്കൂറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും ഉറങ്ങി. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിന് ഇറങ്ങി, കണ്ടില്ലേ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ നമ്മളിനി ബാക്കിലേക്ക് കുറേ നടക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് കണ്ടില്ലേ, എല്ലാവരും ഇതാട്ടോ നമ്മളെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇതാണ്ടോ ഒരു 10-21 പേരുണ്ട് കേട്ടോ. നമ്മൾ മൊത്തം 10-21-28 30 പേരുടെ ഉള്ളിൽ കേട്ടോ. അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, കാരണം നമ്മൾ ഒരുപാട് ഫ്രണ്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ബാക്കിലേക്ക് നടന്നുണ്ടാക്കണം. അപ്പോൾ അതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കിടക്കുമ്പോൾ തന്നെ അവിടെ ഓട്ടോയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള വാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേ പേരുള്ള കാരണം തന്നെ നമ്മൾ 2 വാനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ പോയാൽ അവിടെ നിന്ന് നേരെ ബസ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സിനിമ ഉണ്ടല്ലോ വിനീതിൻ്റെ, ആ ഒരു ബസ് സ്റ്റാൻഡ്, അപ്പോൾ അവിടെ വന്ന് ഇറങ്ങാം. പിന്നെ അവിടെ നിന്ന് നമുക്ക് നേരെ ഇവിടെ അമ്പലത്തേക്ക് നേരെ തന്നെ ഓട്ടോ വിളിച്ചിട്ട് വരാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് മൂകാംബികയിൽ എത്തിയിട്ടു. നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ നമ്മൾ റൂമിലേക്കാണ് കേട്ടോ പോണത്. കാരണം നമ്മളുടെ ലഗേജും കാര്യങ്ങളൊക്കെ തന്നെ ഇറക്കി വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അമ്പലത്തേക്ക് വരുന്നത്. അമ്പലം ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. പിന്നെ അവിടെ നമ്മൾ ഔഷധം എന്തോ കഷായം കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ കഷായമൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നു. അങ്ങനെ കഷായമൊക്കെ കുടിച്ചിട്ട് എല്ലാവരും കുടിച്ചു. അതിൻ്റെ ശേഷം ഇതാട്ടോ നമ്മളിവിടെ അമ്പലമൊക്കെ ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. അതിൻ്റെ ശേഷം ഇതാട്ടോ നമ്മൾ അവിടെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. രാത്രിയും അതുപോലെ തന്നെ അവിടെ ഫുൾ ടൈം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഉണ്ട്, എപ്പോൾ വന്നാലും ഫുഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇതാട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേപോലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ തിരക്ക് കഴിഞ്ഞതാണ് കേട്ടോ സംഭവം. നമ്മൾ ഒരുപാട് ലൈറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഈ ഒരു തൈര് സാദം, സാമ്പാർ സാദം എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഫുഡ്. കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളെല്ലാവരും ഇതാട്ടോ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ റൂമിലെത്തി.
അങ്ങനെ കേട്ടോ നമ്മളിപ്പോൾ അമ്പലത്തിലുള്ള ക്യൂവിലാണ് കേട്ടോ. അപ്പോൾ ഉള്ളിലേക്ക് കിടക്കാനുള്ള ക്യൂവിൽ നിൽക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ മുന്നത്തെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല, കാരണം സ്വത്ത് ഭയങ്കര വാശിയിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുറേ നേരം നമ്മളിങ്ങനെ ക്യൂവിൽ നിൽക്കണതും അതുപോലെ തന്നെ ചൂടും കാരണമൊക്കെ അവൾ ഭയങ്കര എന്താ പറയുക വാശി പിടിച്ചിട്ട് ഇരിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ തന്നെ നമ്മൾ ഇതേപോലെയുള്ളൊരു എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഭഗവതിക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് ഞാൻ നമ്മളും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട് പുറത്ത്. അപ്പോൾ ഇനി സ്വത്തുവിനെ എഴുത്തിനിരുത്താനൊക്കെ ഉണ്ട് കേട്ടോ. അത് അവിടെയാണ് കേട്ടോ എഴുത്തിനിരുത്താനുള്ളത് കണ്ടില്ലേ തിരക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു കൊടയും അതുപോലെ തന്നെ എന്തോ കയ്യിലെന്തോ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്പലത്തിൽ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് കേട്ടോ അവർ ചെയ്യണത്. അങ്ങനെ അതാ ഇനി നമ്മൾ കേട്ടോ സ്വത്തുവിനെ എഴുത്തിന് എഴുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് തന്നെയാണ് കേട്ടോ, നല്ല തിരക്കാണ്. ഇപ്പോൾ കുട്ടികൾ തന്നെ ഒരുപാട് പേരുണ്ട്. വലിയ കുട്ടികളെന്നൊക്കെ ഇപ്പോൾ എഴുത്തിന് ഇരുത്തുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ എഴുത്തിനിരുത്തുക പറഞ്ഞാൽ അത്രയും പ്രധാനമായ ഒന്നാണ് കേട്ടോ മൂകാംബികയിൽ എഴുത്തിനിരുത്ത് പറയുന്നത്. അപ്പോൾ നമ്മളിതിന് മുൻപ് സ്വത്തുവിനെ എഴുത്തിന് ഇരുത്തിയിട്ടുള്ളതാണ് കേട്ടോ തുഞ്ചൻപറമ്പിൽ. അപ്പോൾ നമ്മൾ ഇവിടേക്ക് വന്നപ്പോൾ ഇവിടെയും നമ്മൾ എഴുത്തിന് ഇരുത്തിയിട്ട്, കാരണം എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇങ്ങോട്ട് വരുള്ളൂ. പിന്നെ അമ്മ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഇങ്ങനെ എഴുത്തിന് ഇരുത്തണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ എഴുത്തിന് ഇരുത്തുകയാണ് കേട്ടോ.
അങ്ങനെ എഴുത്തിലൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മളിനി റൂമിലേക്ക് പോകാനായിട്ട് തട്ട പോവുകയാണ്. അപ്പോൾ ഇപ്പോഴും തിരക്കും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇനി വേറെ ശിവയിൽ അങ്ങനെ എന്തൊക്കെയോ പരിപാടി വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ നമ്മളിതാ റൂമിലേക്ക് പോവാണ്. ഒരു 9 മണിയാകുമ്പോഴത്തേനും നമ്മൾ റൂമിലെത്തിയിട്ട് റൂം ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന റൂം ഇതാ കാണുന്നതാണ് കേട്ടോ. അവിടെ ഇവിടെ കുറച്ചും കൂടി ഉള്ളിലേക്ക് അങ്ങോട്ട് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പോണ വഴിക്കാണല്ലോ ഇവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. നമ്മൾ വന്നതിന് ശേഷം ഇത് അപ്പോഴാണ് കേട്ടോ കുരങ്ങന്മാരെ കാണുന്നത്. ഇന്നലെ പിന്നെ വരുമ്പോൾ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും അടുത്തുനിന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചായ കുടിച്ചിട്ട് റൂം ഷിഫ്റ്റ് ചെയ്ത് മാറി കൊടുക്കണം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇനി ചായ കുടിക്കും. ഫസ്റ്റ് ചായ കുടിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം നമ്മൾ റൂം ഒഴിഞ്ഞു കൊടുത്തിട്ട് നമ്മൾ നേരെ സൗബർണികയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നപ്പോൾ പിന്നെ എല്ലാവരും നന്നായിട്ട് തന്നെ മുങ്ങി കുളിച്ച് എൻജോയ് ചെയ്ത് കുറേ സമയം ഇവിടെ നിന്നിറക്കണം കേട്ടോ വെള്ളത്തിൽ. കാരണം ഈ കുട്ടികളാരും വിളിച്ചിട്ട് വരില്ല കേട്ടോ. എൻ്റെ സ്വത്തൊക്കെ വെള്ളത്തിൽ തന്നെയായിരുന്നു വരുന്നവരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മളെല്ലാവരും എല്ലാവരും തന്നെ വെള്ളത്തിൽ മുങ്ങി കുളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അങ്ങനെ മുങ്ങി കുളിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയത് അമ്പലത്തേക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മൾ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങൾ ശിവേലി അങ്ങനെയുള്ള പരിപാടി എന്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ കേട്ടോ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. കാരണം ഫോണിൽ ചാർജും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നീട് അമ്പലത്തിൽ പോയതൊന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ബൈണ്ടൂർ റെയിൽവേ സ്റ്റേഷനിൽ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മളെല്ലാവരും കേട്ടോ അവിടെ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു യാത്ര നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ നേരെ മംഗളൂരിലേക്ക് കിട്ടും, അല്ലെങ്കിൽ നേരിട്ട് തന്നെ ബൈണ്ടൂർക്ക് ട്രെയിൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൈസ മതിയിട്ട് നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. ഫുഡൊക്കെ അമ്പലത്തിൽ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അത്രയും ചിലവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ വീഡിയോ കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.